Good morning. Sorry, good afternoon. Okay, so കുറച്ച് ദിവസമായി മീറ്റ് ചെയ്തു നമ്മൾ. അപ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് നമ്മൾ കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. അപ്പോഴത്തേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ നിങ്ങളുടെ കോഴ്സ് പറഞ്ഞിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യവും കൂടെ ഒരു 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 കാര്യം കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ കാണും. അപ്പോൾ ഈ ക്ലാസ്സും കൂടെ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഫണ്ടമെന്റൽസ്, നമ്മൾ എന്തെങ്കിലും പൈത്തണിനെ പറ്റി അറിയാൻ വേണ്ടി വരുന്ന ഫണ്ടമെന്റൽസിൻ്റെ ഒക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണണം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് മുതൽ മിക്കവാറും നമ്മൾ ഈ വീക്ക് തന്നെ വീണ്ടും മീറ്റ് ചെയ്യും. അപ്പം അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ എക്സ്പീരിയൻസ് ഒന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സും കൂടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ പൈത്തൺ ഇൻറ്റിജേഴ്സ് അതിൻ്റെ ഫ്ലോട്ട്സ്, സ്ട്രിങ്സ്, അതിൻ്റെ മാനിപ്പുലേഷൻസ്, അങ്ങനത്തെ കുറച്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പം പിന്നെ നിങ്ങൾ കുറച്ചൊരു ചെറിയ പ്രോഗ്രാം പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റും ഒരു സ്ട്രിങ് കൺകാറ്റിനേറ്റ് ചെയ്ത് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളുടെ കോഡ് എന്തായിരുന്നു വെച്ചാൽ ഒരു സീക്വൻഷ്യലായിരുന്നു. അതായത് ലൈൻ നമ്പർ 1 കാര്യം നോക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, ലൈൻ നമ്പർ 2 നോക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് ഒരു ബേസിക് ഒരു നമ്മൾ കോഡിങ്, ഓക്കെ, അത് നല്ലൊരു ആണ് ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ നമ്മളിപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള കോഡ്സ് എഴുതുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ റീയൂസ് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു റീയൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺവെൻഷനിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യണം അവിടെയൊക്കെ നമ്മൾ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകണം. അപ്പോൾ അത് 1-2 ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. 10 അല്ലെങ്കിൽ 100 അതേ കാര്യം ഉണ്ടെങ്കിൽ 100 നമ്മൾ ഈ കാര്യം എഴുതേണ്ടി വരും. അപ്പോഴത്തേക്ക് അതൊരു പലപ്പോഴും അതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. ഒരു പ്രോപ്പർ ഒരു ഒരു ഗുഡ് കോഡിങ് സ്കിൽസുള്ള ആൾ എഴുതുന്ന രീതിയുമല്ല. അതിപ്പോൾ പൈത്തൺ എന്നുള്ള ഒരു ലാംഗ്വേജിന് സ്പെസിഫിക് അല്ല. ഏത് ലാംഗ്വേജ് നിങ്ങൾ സി ആയാലും മാറ്റ്ലാബ് ആയാലും പൈത്തണിലായാലും ജാവയിലായാലും എവിടെ ആയാലും റിപ്പീറ്റിംഗ് ആയിട്ടുള്ള സീക്വൻസസ് നമ്മൾ എന്ത് ചെയ്യും, അത് വരുന്നിടത്തൊക്കെ നമ്മൾ എഴുതാതെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ആദ്യം എടുത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, നമ്മൾ ടിപ്പിക്കലി ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനത്തിന് നമ്മൾ എവിടെയെങ്കിലും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ഇന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യണമെന്ന് പറഞ്ഞ്, എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ ആവശ്യം വരുന്നു അവിടെയൊക്കെ ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന മിനി പ്രോഗ്രാമിനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ മെയിൻ സ്ക്രിപ്റ്റിന് ഈ മിനി സ്ക്രിപ്റ്റിനെ എങ്ങനെയെങ്കിലും രീതിയിൽ കോൾ ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് എടുക്കുന്നു, ഫിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി ആ ഒരു മിനി സ്ക്രിപ്റ്റിനെ റീയൂസ് ചെയ്യണം. അപ്പോഴത്തേക്ക് അങ്ങനെ റീയൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കോഡിലുള്ള റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതൊന്ന് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മോഡുലറൈസ് ചെയ്യാൻ പറ്റും. മോഡുലറൈസേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമുക്ക് മോഡ്യൂൾസ് ആക്കി ചെറിയ സബ് പ്രോഗ്രാംസ് ആക്കി നമ്മളൊരു വലിയ പ്രോഗ്രാമിൽ ചെറിയ സബ് പ്രോഗ്രാംസ് ആക്കി എഴുതി വയ്ക്കാൻ പറ്റും. ഇപ്പോഴത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിബഗ് ചെയ്യാനും പിന്നെ നമുക്ക് നമ്മുടെ കോഡ് വേറെ ആൾക്ക് മനസ്സിലാവാൻ എളുപ്പവും അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ സാധനം 100 അടുത്തുണ്ടെങ്കിൽ നമ്മൾ 100 അടുത്ത് ഈ കോഡ് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദർ ആർ ചാൻസസ് ദാറ്റ് നമ്മൾ ഏതൊരിടത്ത് എറർ മേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതേസമയം നമ്മൾ ഈ 100 അടുത്തും ഈ ഫംഗ്ഷൻ ഈ ഒരു മിനി സ്ക്രിപ്റ്റിനെ കോൾ ചെയ്യത്തേ ഉള്ളൂ, സെയിം സ്ക്രിപ്റ്റ് തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ എറർ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കുറയും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മളിങ്ങനെ എഴുതുന്നതിന്. അപ്പോഴത്തേക്ക് പല ലാംഗ്വേജിനും പല രീതിയിലായിരിക്കും ഇങ്ങനത്തെ ഈ ഒരു സ്റ്റോറിങ് മെക്കാനിസം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് അതിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള രീതി. പൈത്തണിൽ ഈ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്താണ് ഈ ഒരു പ്രൊസീജിയർ പൈത്തണിൽ ചെയ്യുന്നത്.
അപ്പോഴത്തേക്ക് നമ്മൾ പൈത്തണിൽ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ഇനി അടുത്ത് കാണാം. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഉണ്ടാക്കാം. സോ ഫുള്ളി എൻ്റെ ടെർമിനൽ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിലായാലും നിങ്ങളുടെ ലാപ്ടോപ്പിലായാലും ഈ SEL ലാബിന് വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് ഓൾ പൈത്തൺ സ്ക്രിപ്റ്റ്സ് എവറിത്തിങ് ഷുഡ് ബി പുട്ട് ഇൻ ദാറ്റ് ഫോൾഡർ. അപ്പോൾ ഞാൻ SEL ലാബിന് വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഡൗൺലോഡ്സിനകത്ത് SEL എന്ന് പറഞ്ഞ ഫോൾഡർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് പൈത്തൺ സ്ക്രിപ്റ്റ്സ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പുതിയൊരു പൈത്തൺ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വേണ്ടി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ആ ലിങ്കിലുള്ള ഷോർട്ട് വീഡിയോസും PPTസും കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലാബിൽ നിങ്ങളുടെ ഈ കോഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതല്ലാതെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫങ്ഷൻസിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ തൽക്കാലം പറയുന്നില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൺസ് ഈ ലാബ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ പ്രൊജക്റ്റോ മിനി പ്രൊജക്ട്സോ അല്ലെങ്കിൽ കോഴ്സിന് വേണ്ടി എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അല്ലാതെ ഹോബി ആയിട്ട് എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മേ ബി ഈ കോഴ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതിയാവത്തില്ല. അങ്ങനെ സമയത്ത് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ബാക്ക് ബോൺ സെറ്റ് ചെയ്ത് തരാണ് ഈ പൈത്തൺ ഫംഗ്ഷൻസിനെ പറ്റി. ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്ലാസ്സിൻ്റെക്കും വേണ്ടി നമ്മൾ പുതിയ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കുക ഇത് സേവ് ചെയ്യാൻ. ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫയൽസ് സേവ് ചെയ്യുക. അപ്പോൾ ഞാൻ വിം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് എഡിറ്ററാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് Gedit ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോട്ട് പാഡ് തന്നെ ബേസിക് നോട്ട് പാഡ് തന്നെ ഉപയോഗിക്കാം. അപ്പം ഐഡിയ ഈസ് വെച്ചാൽ ഇപ്പം ഞാനിപ്പം പൈത്തൺ ഫങ്ഷൻസ് കൊടുക്കുകയാണ്. അപ്പം ഒരു ഫയൽ നെയിം കൊടുക്കുക, പൈത്തൺ functions.py. നിങ്ങൾ എന്ത് ഫയൽ നെയിം കൊടുത്താലും .py സേവ് ചെയ്യുക, എങ്കിൽ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ആവത്തുള്ളൂ. അപ്പം നമുക്ക് ഫയൽ നെയിം കൊടുക്കുന്നത് ടിപ്പിക്കലി എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്ന ഫയൽ നെയിംസ് കൊടുക്കുക, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പൈത്തൺസ് സ്ക്രിപ്റ്റ് ഞാൻ വിം എഡിറ്റർ വെച്ച് ഇത് ചെയ്തു. ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് ദിസ് പൈത്തൺ function.py. ഓക്കെ, അപ്പോൾ ഈ പൈത്തൺ function.pyയിലായിരിക്കും ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വിം എഡിറ്ററിൽ എടുത്തു, പൈത്തൺ functions.py എടുത്തു. അപ്പോഴത്തേക്ക് ദ ഫോർമാറ്റ് ഹൗ യു റൈറ്റ് എ ഫങ്ഷൻ, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സോ DEF refers to define. ഓക്കെ, അപ്പം ഡെഫ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ഫംഗ്ഷൻ, നമ്മൾ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ DEF കൊടുക്കും. ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റോറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫംഗ്ഷൻസ് എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതുമ്പോഴത്തേക്ക് അതൊരു ഫംഗ്ഷനാണ്, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു ഫംഗ്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടി DEF സ്റ്റാർട്ട് ചെയ്യും. DEF സ്പേസ് ഫംഗ്ഷൻ നെയിം. സോ ഫംഗ്ഷൻ നെയിം function name, then open brackets, close, inside the brackets you give what are the input arguments. ചില ഫംഗ്ഷൻസ് ഇൻപുട്സ് എടുത്തിട്ട് അതിനെ പ്രോസസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് തരികയായിരിക്കും ചെയ്യുക. ചില ഫംഗ്ഷൻസിന് കാണത്തില്ല. അപ്പോഴത്തേക്ക് ഇപ്പം തൽക്കാലം ഇപ്പം ഞാൻ അസ്യൂം ചെയ്യാൻ എനിക്ക് ഇൻപുട്സ് ഒന്നുമില്ല, ജസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സംതിങ് ഷുഡ് എക്സിക്യൂട്ട് ആൻഡ് ഗീവ്സ് സം റിസൾട്ട്. അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഫംഗ്ഷൻസിന് മേ ബി രണ്ട് പാർട്ട് ഉണ്ടെന്ന് പറയാം. വൺ ഈസ് ഫംഗ്ഷൻ ഹെഡർ. അപ്പോൾ ഈ ഹെഡറിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഡെഫ് ഫോർ ഡിഫൈനിങ് ഫംഗ്ഷൻ. ഡെഫ് represents that whatever you are going to do in next few lines is a function. Okay, then function name, then inside brackets you give what are the input arguments. Okay, input
Okay, only കൂടുതൽ input arguments ഉണ്ടെങ്കിൽ use commas to separate the arguments. Okay, then follow it by a colon. This colon represents that the function header is complete. അപ്പോൾ ഈ കോളൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, ഫംഗ്ഷന്റെ ഹെഡർ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഫംഗ്ഷന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ഈസ് ഇറ്റ് ഹാസ് എ ഹെഡർ ആൻഡ് ഇറ്റ് ഹാസ് എ ബോഡി. ഓക്കെ, ഹെഡറിനകത്ത് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഡെഫ് ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണെന്ന് പറയുന്നു. ഫംഗ്ഷന് നെയിം, എന്ത് ഫംഗ്ഷൻ ആണെന്നുള്ള നെയിം കൊടുക്കുന്നു. പിന്നെ ഇൻസൈഡ് ബ്രാക്കറ്റ്സ് യു ഗീവ് വാട്ട് ആർ ദ ഇൻപുട്ട് ആർഗ്യുമെന്റ്സ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളൻ വെച്ച് എൻഡ് ചെയ്യുന്നു. അപ്പോൾ കോളൻ റെപ്രസെന്റ്സ് ദാറ്റ് the header of the function is done. Enter അടിച്ചു കഴിഞ്ഞാൽ then after def we give us tab and write. എൻ്റെ എഡിറ്ററിനകത്ത് ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടാബ് സ്പേസ് വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ടാബ് സ്പേസ് കൊടുത്തിട്ട് വേണം ഇത് എഴുതാൻ. ഇപ്പോൾ നിങ്ങൾ ടാബ് സ്പേസ് കൊടുക്കാതെ എഴുതി കഴിഞ്ഞാൽ ആ ഡെഫിനകത്ത് ഉള്ള കാര്യങ്ങളല്ല എന്നത് അസ്യൂം ചെയ്യും, അതായത് ബോഡി ഒന്നും ഇല്ലെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടാബ് കൊടുത്തിട്ട് വേണം ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. And here you will write what the function should do. അതായിരിക്കാം ഇവിടെ എഴുതേണ്ടത്. ഇത് ചെയ്യണം. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ഗുഡ് പ്രാക്ടീസ്, പലതിലുള്ള ഒരു ഗുഡ് പ്രാക്ടീസ് പോലെ ഫംഗ്ഷൻസ് ചെയ്യുമ്പോൾ ഒരു ഗുഡ് പ്രാക്ടീസ് ആണെന്ന് വെച്ചാൽ ആൾവേസ് റൈറ്റ് കമന്റ്, ആൾവേസ് ഗീവ് എ കമന്റ് സെയിങ് വാട്ട് ദ ഫംഗ്ഷൻ ഡസ്. ഓക്കെ, നമ്മൾ അപ്പം കമന്റ്സ് എഴുതാൻ വേണ്ടി ഇത് നമുക്ക് ഒരു സിംഗിൾ ലൈനിലുള്ള ഒരു കമന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹാഷ് ഉപയോഗിക്കാം. ഹാഷ് ഉപയോഗിച്ചിട്ട് യു ക്യാൻ റൈറ്റ് യുവർ കമന്റ്സ്. ഓക്കെ, കമന്റ്സ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വാട്ട് ഈസ് ദിസ് ഫംഗ്ഷൻ ഫോർ, വാട്ട് ആർ ദ ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് ഇറ്റ് ടേക്സ്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അതേസമയം പലപ്പോഴും നമ്മുടെ കമന്റ്സ് ഒരു ലൈനിൽ നിൽക്കത്തില്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡബിൾ കോട്ട്സ് കൊടുക്കുക, 3 ഡബിൾ കോട്ട്സ് കൊടുക്കുക 2 ലൈനിലായിട്ട്, അതിനിടയ്ക്ക് എഴുതുക. അപ്പോൾ ഈ ഇടയ്ക്ക് ഇരിക്കുന്നതൊക്കെ കമന്റ്സ് ആയിട്ട് എടുക്കുക. അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അത് ജസ്റ്റ് ഫോർ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ആ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. അപ്പോൾ ഈ 3 ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് ഒരു നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് ഫ്യൂ ലൈൻസിൽ എഴുതുന്ന കാര്യങ്ങൾ ഒക്കെ അത് കമന്റ് ആയിട്ട് എടുക്കും. അപ്പോൾ അത് കമന്റ് ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത ലാസ്റ്റ് കമന്റ്സ് എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വീണ്ടും ഒരു 3 ഡബിൾ കോട്ട്സ് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് 3 ഡബിൾ കോട്ട്സും നെക്സ്റ്റ് ലൈനിലുള്ള 3 ഡബിൾ കോട്ട്സിന് ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് എടുക്കും. അത് എക്സിക്യൂട്ട് ആവത്തില്ല, അത് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എഴുതി തുടങ്ങാം എന്താണ് ആ ഫംഗ്ഷൻ ഷുഡ് ഡു. ഓക്കെ, ആൻഡ് ഫൈനലി ഇപ്പം എന്തെങ്കിലും വാല്യൂസ് റിട്ടേൺ ചെയ്യാനുണ്ട്, അതായത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ നമുക്ക് തിരിച്ച് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ വി ക്യാൻ യൂസ് റിട്ടേൺ. Okay, then you give put arguments. Okay, റിട്ടേൺ എൻ്റർ അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഈ ഇതിൻ്റെ വെളിയിലേക്ക് പോയി, അതായത് നമ്മളെ അപ്പോൾ കാരണം നമുക്ക് ഈ വിം എഡിറ്ററിന് ഓട്ടോമാറ്റിക്കലി പൈത്തൺ സ്ക്രിപ്റ്റ് ആണെങ്കിൽ റിട്ടേൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഫംഗ്ഷനകത്ത് വരത്തില്ല എന്ന് അറിയാം, അതുകൊണ്ട് റിട്ടേൺ ആയി. എനിക്ക് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എഡിറ്ററിന് ചിലപ്പോൾ ആ ഒരു സൊഫിസ്റ്റിക്കേഷൻ കാണത്തില്ലായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പം നിങ്ങളെ ഇവിടെ വന്നായിരിക്കും ഇരിക്കുക, റിട്ടേൺ കഴിഞ്ഞ് എൻ്റർ അടിക്കുമ്പോഴും ചിലപ്പോൾ ഇവിടെ വന്നായിരിക്കും ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഇൻറ്റർനേഷൻ കറക്റ്റ് ആക്കുക. ഓക്കെ, അപ്പം വൺസ് ഇത് എഴുതി കഴിഞ്ഞാൽ ഈ ഡെഫ് സ്റ്റാർട്ട് ചെയ്ത് ഫംഗ്ഷൻ നെയിം യു ഗീവ് ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് കോളൻ, അത് ഹെഡറായി. വാട്ട് എവർ ഈസ് റിമൈനിങ് അതിൻ്റെ താഴെയുള്ള, അതായത് 3 ഡബിൾ കോട്ട്സിനകത്ത് കമന്റ്സ് ഉണ്ട്, പിന്നെ വാട്ട് ദ ഫംഗ്ഷൻ ഷുഡ് ഡു ഉണ്ട്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, അതെല്ലാം അതിൻ്റെ ബോഡിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ചില സമയത്ത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഒന്നും കാണത്തില്ല, ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ, അതിന് റിസൾട്ട് ഒന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, റിട്ടേൺ ചെയ്യാനൊന്നുമില്ല, ഇന്ന ഫംഗ്ഷൻ വിളിച്ച സമയത്ത് ഇന്ന കാര്യം പ്രിന്റ് ചെയ്യണം. മേ ബി ഒരു എറർ മെസ്സേജ് ആയിരിക്കും, പക്ഷേ ചില പർട്ടിക്കുലർ കണ്ടീഷനിൽ ഇങ്ങനെ ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കൊരു പ്രോഗ്രാം എററിലേക്ക് പോവുകയാണെന്നുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനൊന്നുമില്ല, എറർ ഫംഗ്ഷനെ വിളിക്കുക, ഫംഗ്ഷൻ ഇന്ന എറർ ആണെന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യും, റിട്ടേൺ ചെയ്യാനൊന്നുമില്ല, സ്റ്റോപ്പ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷൻസിൽ റിട്ടേൺ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ഇല്ലാത്ത സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്യണ്ട, നമ്മൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നവരെ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈനിൽ പോവുക, നമ്മൾ ഇൻ്റർനേഷനിൽ പുറത്ത് വരിക. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കി ഇരുന്ന കാര്യങ്ങളൊക്കെ
ഈ ഡെഫിനിഷൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളല്ല, അത് നിങ്ങൾ സാധാ പ്രോഗ്രാമിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് ഒരു പ്രോഗ്രാമിനകത്ത് ഡിഫൈൻ ചെയ്യാം. മേ ബി ഡെഫ് ഫങ്ഷൻ ടു again some input arguments, okay, then colon, then you write again, give comments, okay, and again say or no should do, okay. Then if നിങ്ങൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ചെയ്യുക, ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ പുറത്ത് വരിക, അപ്പോഴത്തേക്ക് ആ ഫംഗ്ഷൻ എൻഡായി. ഇനി അപ്പോൾ ഇതൊക്കെ ഫംഗ്ഷൻസ് ആണ്, ഇതൊന്നും എക്സിക്യൂട്ട് ആവത്തില്ല നിങ്ങൾ പൈത്തൺ സ്ക്രിപ്റ്റിൽ. ഇനിയിപ്പം നിങ്ങൾക്കൊരു മെയിൻ വേണം, അതായത് ഈ ഫംഗ്ഷൻസിന് നിങ്ങൾ കോൾ ചെയ്താലേ ഈ ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ആവത്തില്ല. അപ്പോൾ കോൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഫംഗ്ഷൻ 2-ന് സംതിങ് നീഡ് ടു ബി റിട്ടേൺ ആണെന്ന് വെച്ചു, റിട്ടേൺ ആണോ സം വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ എ, ഓക്കെ. അപ്പം രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ട് ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷൻ 2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഓക്കെ. ഇനി ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷന് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യത്തേ ഉള്ളൂ, അത് വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഡയറക്ട്ലി ആ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റൺ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ജസ്റ്റ് വിൽ ഗോ ആൻഡ് സേ ഫംഗ്ഷൻ നെയിം, okay, and we will give the input arguments. Input arguments കൊടുക്കുക. ഇതാണ് പ്രൊസീജിയർ. This is a procedure to call the function which have a റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, ഓക്കെ. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇല്ല, അതായത് ഒന്ന് റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ ജസ്റ്റ് ഫംഗ്ഷൻ നെയിം വിത്ത് ആർഗ്യുമെന്റ്സ് കൊടുക്കുക, അത് എക്സിക്യൂട്ട് ആവും. ഇനി ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു കോൾ എ ഫംഗ്ഷൻ വിച്ച് ഹാസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഓർ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റണം. സ്റ്റോർ ഇറ്റ് ഇൻ സം വേരിയബിൾ എ, സം എ is equal to function 2, we will call the function 2 of input argument, okay. സോ ഇതാണ് നമ്മളെ പ്രൊസീജിയർ. ഇപ്പം റിട്ടേൺ ഉള്ള ഫംഗ്ഷൻസിന് നമുക്ക് ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനൊരു വേരിയബിൾ കൊടുത്തിട്ട് ഈക്വൽ ടു ഫംഗ്ഷൻ നെയിം ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് കൊടുക്കുക. റിട്ടേൺ ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിൽ ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് കൊടുക്കുക. അങ്ങനെയായിരിക്കും നമ്മൾ ഫംഗ്ഷൻസിന് ഇത് ചെയ്യുന്നത്. അപ്പോൾ അപ്പം ഇത്രയാണ് ഫംഗ്ഷൻസിനെ പറ്റി ഉള്ള കാര്യങ്ങൾ. അപ്പം ഫംഗ്ഷനെ പറ്റി ഒരു ബേസിക് ഐഡിയ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു 1-2 എക്സാമ്പിൾസ് എടുത്തിട്ട് നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കാം. ആദ്യത്തെ ക്ലാസ്സിലുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് തന്നെ നമുക്ക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്ത് ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാം, ഓക്കെ. അപ്പോഴത്തേക്ക് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് ഫംഗ്ഷൻസ് വെച്ച് നമുക്ക് ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് ഒരു ഇത് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ. അപ്പം നമുക്കപ്പോൾ ജസ്റ്റ് ലെറ്റ് മീ സേവ് ഇറ്റ്, ഓക്കെ. അപ്പം ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഗ്രീറ്റ് ഫംഗ്ഷൻ, ഓക്കെ. ഗ്രീറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് പൈ, ഓക്കെ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇത് ചെയ്യാം. അപ്പം പുതിയ ഇതിലുള്ളൊരു ഒരു എക്സാമ്പിൾ ചെയ്യാം. സ്ക്രിപ്റ്റ് ടു how to use functions in Python, okay. Okay, so നമുക്ക് ആദ്യം പ്രോബ്ലം വളരെ സിമ്പിൾ ആക്കി വയ്ക്കാം. നമുക്ക് ഗ്രീറ്റ് ചെയ്യണം, അതായത് ആരെങ്കിലും വരുന്നു ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യണം എന്ന് വെച്ചു, ഓക്കെ.
അപ്പം അപ്പം അത് അപ്പം ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, അത് ഗ്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഗ്രീറ്റ്. ഓക്കെ, വിച്ച് ഡസ് കറന്റ് ഡസൻ ഹാവ് എനി ഇൻപുട്ട് ആർഗ്യുമെന്റ്. ജസ്റ്റ് നമുക്ക് എന്താ ജസ്റ്റ് നമുക്ക് ഫംഗ്ഷൻ ഒരാളെ ഗ്രീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പം ജസ്റ്റ് അപ്പം ഓക്കെ, അപ്പം സോ ദി ജസ്റ്റ് ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇടയ്ക്ക് ഒരു കോൾ വന്നത്. ഓക്കെ, സോ ഓക്കെ, അപ്പം നമുക്ക് ഗ്രീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇൻപുട്ട് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സേ ഹലോ ഗുഡ് മോർണിംഗ്, അപ്പം അത്രയും പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഫംഗ്ഷൻസ് വെച്ച് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെഫ് കൊടുത്തു, ഫംഗ്ഷൻ നെയിം കൊടുത്തു, ഇൻപുട്ട് ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല, കാരണം ആരാണെങ്കിലും ജസ്റ്റ് സേ ഹലോ ഗുഡ് മോർണിംഗ്. പിന്നെ കോളൻ കൊടുത്തു, കോളൻ റെപ്രസെന്റ്സ് ഹെഡർ, ഫംഗ്ഷൻ്റെ ഹെഡർ കഴിഞ്ഞു. പിന്നെ കമന്റ് എഴുതി എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്താണ്, അതാണ് ഇനി അടുത്ത് നമ്മുടെ ബോഡി എഴുതുക. പ്രിന്റ് ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, മോർണിംഗ് സ്പെല്ലിംഗ് തെറ്റാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞത് റിട്ടേൺ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് പ്രിന്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പം റിട്ടേൺ ചെയ്യാനൊന്നുമില്ല. അപ്പോഴത്തേക്ക് റിട്ടേൺ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ബാക്ക് ഇൻഡിനേഷന് പുറത്ത് പോകാം, എങ്കിലേ ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവും. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഗ്രീറ്റ്. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഫംഗ്ഷൻ നെയിം വിളിക്കുക വിത്ത് ഇൻപുട്ട് ആർഗ്യുമെന്റ്സ്. ഇവിടെ ഇൻപുട്ട് ആർഗ്യുമെന്റ്സും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഗ്രീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗ്രീറ്റ് വിത്ത് നോ ഇൻപുട്ട് ആർഗ്യുമെന്റ്സ്. ഇത് നമുക്ക് ഈ പൈത്തൺ സ്ക്രിപ്റ്റ് സേവ് ചെയ്യാം. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. Python 3 greet function. ഓക്കെ, ഹലോ ഗുഡ് മോർണിംഗ് വന്നു. ഓക്കെ, അപ്പം 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 ഇത് വെച്ച് നമുക്ക് ഒരു ഫംഗ്ഷൻ വെച്ച് നമുക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരാം. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് വെച്ചാൽ എനിക്കൊരു 5 പേഴ്സൺസ് ഉള്ള ഒരു മീറ്റിംഗ് ആണ്. അപ്പം അപ്പം 5 പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ ഓരോ പേഴ്സണിനെയും ഗ്രീറ്റ് ചെയ്യണം എനിക്ക്. അപ്പോൾ ഈ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ മീറ്റിംഗ് വരുന്നത്, മീറ്റിംഗ് വന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഇട്ട് പേര് കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡെഫിനിഷൻ വെച്ച് അപ്പോഴത്തേക്ക് 5 പേരെ ഗ്രീറ്റ് ചെയ്യണമെങ്കിൽ 5 പ്രാവശ്യം പ്രിന്റ് ഹലോ ഗുഡ് മോർണിംഗ് നിഖിൽ, ഗുഡ് മോർണിംഗ് ഇത് എന്ന് പറഞ്ഞ് ABCD ഇങ്ങനെ 5 പേരുടെ പേര് ഇത് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ കൺവെൻഷണൽ നേരത്തെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ സാധാരണ ഫംഗ്ഷൻസ് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഹലോ സ്ട്രിംഗ് കൺകാറ്റനേഷൻ പ്ലസ് ഹലോ ഗുഡ് മോർണിംഗ് പ്ലസ് സ്ട്രിംഗ് കൺകാറ്റനേഷൻ പ്ലസ് നെയിം ഓഫ് ഫസ്റ്റ് പേഴ്സൺ. അതേപോലെ തന്നെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഹലോ ഗുഡ് മോർണിംഗ് കോമ പ്ലസ് സെക്കൻഡ് പേഴ്സൺ നെയിം. അങ്ങനെ 5 പ്രാവശ്യം എഴുതണം. പക്ഷെ അതിന് പകരം ഇപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷനിൽ ഒരു നെയിം എന്നുള്ള ഇൻപുട്ട് ആർഗ്യുമെന്റ് കൊടുത്താൽ മതി. അപ്പം അതിനാണ് ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യണമെന്ന് കൂടെ എഴുതിയിരിക്കും കഴിഞ്ഞാൽ നമുക്കത് 5 പ്രാവശ്യം എഴുതുന്നതിന് പകരം 5 പ്രാവശ്യം ഈ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഡെഫ് ഗ്രീറ്റ് person. Okay, inside brackets you give the argument is name. Okay, name is a person name. Okay, ആരെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ട അയാളുടെ നെയിം ഉണ്ട്. ഇനി again argument is something like a person whose name is stored in name. Okay, name എന്ന് പറഞ്ഞ വേരിയബിൾ.
നെയിം. ഓക്കെ, സോ അങ്ങനെ എന്താ ചെയ്യേണ്ടത്, നമുക്കിവിടെ നേരത്തെ പോലെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹലോ ഗുഡ് നെയിം കോമ ഹിയർ നൗ യു ഹാവ് ടു ഗിവ് നെയിം. ഓക്കെ, അപ്പം അതായത് ഇപ്പം നെയിം എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നിഖിൽ എന്ന് ഇരിക്കുകയാണെങ്കിൽ ഹലോ ഗുഡ് മോർണിംഗ് നിഖിൽ എന്ന് വരണം. ജിനുവിനാണെങ്കിൽ ഹലോ ഗുഡ് മോർണിംഗ് ജിനു എന്ന് വരണം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നു ബാസിലാണെങ്കിൽ ഗുഡ് മോർണിംഗ് ബാസിൽ എന്ന് വരണം. അല്ലെങ്കിൽ വേറെ ആരുടെയും നിങ്ങളുടെ ക്ലാസ്സിലുള്ള വേറെ ആരുടെയും പേര് എനിക്ക് തൽക്കാലം അറിയത്തില്ല. അപ്പോഴത്തേക്ക് ആരാണെങ്കിലും ആ പേര് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് വരണം. ഓക്കെ, അപ്പം ഗ്രീറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ ഇത് വീണ്ടും നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ചെയ്യാനില്ല, നമുക്ക് പ്രിന്റ് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അപ്പം റിട്ടേൺ ഇല്ല, അപ്പോഴത്തേക്ക് നമ്മൾ ഇന്റർനേഷൻ്റെ പുറത്ത് വന്നു. അപ്പോഴത്തേക്ക് ആ ഫംഗ്ഷൻ ക്ലോസ് ആയി, ഫംഗ്ഷൻ എൻഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫംഗ്ഷന് കോൾ ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് പേഴ്സൺസ് വരുന്നുണ്ട് മീറ്റിങ്ങിന്. അപ്പം പേഴ്സൺ 1, പേഴ്സൺ 2, പേഴ്സൺ 3, പേഴ്സൺ 4, പേഴ്സൺ 5 അങ്ങനെ 5 ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇട്ട് 5 പേരുടെ പേരെടുക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ ഈ P1 ഈസ് ഈക്വൽ ടു input name. Okay, name P2 is equal to someone booked. Oh, son 2 is equal to name of son 3. Okay, P4 of name of person 4. Okay, നമുക്ക് വേണമെങ്കിൽ നെയിം വിളിക്കുന്നത് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ആക്കാം. ഓക്കെ, കാരണം നമ്മൾ ഒരു സ്ട്രിംഗ് കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഐറ്ററേറ്റീവ് ലൂപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ അത്രയും ഇത് സോഫിസ്റ്റിക്കേറ്റ് ആക്കുന്നില്ല കോഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഇപ്പം 4 പേഴ്സൺസിന് ഒരേ സ്ട്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഈ 1, 2, 3, 4 മാറുന്നുള്ളൂ. അപ്പം ഒരു 4 ലൂപ്പ് ഇട്ടിട്ട് 4 i equal to 1 to number of persons, എന്നിട്ട് i സ്ട്രിംഗ് ആക്കുക, എന്നിട്ട് സ്ട്രിംഗ് കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് അതിനൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇൻപുട്ട് കൺകാറ്റിനേറ്റ് സ്ട്രിംഗ് കൊടുക്കുക, അതിനൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുക, എന്നിട്ട് ആ വേരിയബിളിനെ രണ്ടാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യുക. ആ രീതിയിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം 4 ഇത് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഗ്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 4 പേരെയും ഗ്രീറ്റ് ചെയ്യണം. അപ്പം ഗ്രീറ്റ് പേഴ്സൺ P1 it son P2 son P3 son P4. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതിയിട്ടില്ലാണെങ്കിൽ നമ്മൾ ഓരോ 4 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇടേണ്ടി വന്നു ഈ കേസിൽ. പക്ഷെ പ്രശ്നം പറഞ്ഞാൽ 4 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇടുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ എറർ വരാനുള്ള സാധ്യത കുറവാണ്. ഈ കേസിൽ ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റ് ഇൻപുട്ട് ആർഗ്യുമെന്റ് അത് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ നെയിം സെയിം ആണ്, ജസ്റ്റ് ഒരു വേരിയബിൾ നെയിം മാത്രമേ P1, P2, P3, P4. അപ്പോൾ അത് എറർ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം P1, P2, P3 ഒരു സീക്വൻസിലാണ്. P1, P2, P3, 4 എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ ജസ്റ്റ് ഒരു ഓർഡറിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, now if you run it, ഒരു എൻ്റെ നെയിം പേഴ്സൺ 1 വന്നു, ഞാൻ നിഖിൽ എന്ന് കൊടുത്തു. നിഖിൽ. എൻ്റെ നെയിം പേഴ്സൺ 2 ജിനു. ഓക്കെ, പേഴ്സൺ 3 ബാസിൽ. പേഴ്സൺ 4 സുനിൽ. സോ യു സി റൈറ്റ്, ഹലോ ഗുഡ് മോർണിംഗ് നിഖിൽ. ജസ്റ്റ് ആദ്യത്തെ സെറ്റ് ഓഫ് സ്ട്രിങ്സ് സെയിം തന്നെയാണ്. അവസാനത്തെ ഒരു വേർഡ് മാത്രമാണ് മാറുന്നത്. പക്ഷേ നമ്മുടെ സീക്വൻഷ്യലായിട്ട് നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ 4 പ്രാവശ്യം എഴുതേണ്ടി വന്നതന്നെ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ എഴുതിയിട്ട് ആ ഫംഗ്ഷൻ തന്നെ നമുക്ക് 4 ടൈംസ് റീയൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം
അപ്പം അപ്പം അതൊരു നല്ല ഇതാണ്. അപ്പം ഒരു കാര്യം നോട്ട് ചെയ്യാം, ഞാൻ ഈ ഫംഗ്ഷനകത്ത് രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഗ്രീറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മെയിൻ സ്റ്റേറ്റ്മെന്റിൽ ഗ്രീറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അത് എററും തന്നില്ല. അപ്പം അതൊരു അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് കാണാം, ഒരു 100 ഫംഗ്ഷൻസ് കാണാം. ചിലപ്പോൾ ഒരു കോഡിൽ നമ്മൾ 100 ഫംഗ്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഉപയോഗിക്കണമെന്നില്ല, ഒരു 50 എണ്ണം ഉപയോഗിക്കത്തുള്ളായിരിക്കും. പക്ഷെ അത് എറർ വരത്തില്ല. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ജസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊരു സോറി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇവിടെ രണ്ടിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാനൊരു ജസ്റ്റ് ഒരു ഈ സ്ക്രിപ്റ്റ് വേണം ഒന്നും കൂടെ മോഡിഫൈ ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാൻ പറയുകയാണ്, ജസ്റ്റ് ഗ്രീറ്റ് ചെയ്യാൻ വേണം, ആ പേരിന്റെ ലെങ്ത് എത്രയെന്ന് അറിയണം. ഇതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു കേസിൽ എനിക്ക് ജസ്റ്റ് ആ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി എന്ന് പറയാം. അല്ലെങ്കിൽ അപ്പം അതുപോലെ സ്ട്രിങ്സിനെ കൺകാറ്റിനേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ്സിന്റെ ഒരു മാനിപ്പുലേഷൻ കാണിക്കാൻ കൂടിയാണെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കിയാണ്. അപ്പോഴത്തേക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഫംഗ്ഷൻസ് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, ഒരു ലെങ്ത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അപ്പം 10 ടൈംസ് എഴുതേണ്ടി വന്നതിനാണ്. പക്ഷെ ഇവിടെ തന്നെ ഇവിടെ ഈ രീതിയിൽ ഞാനിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ രീതി ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈനിൽ തന്നെ ഫംഗ്ഷനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാൻ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഡെഫ് ഗ്രീറ്റ് പേഴ്സൺ മോഡിഫൈഡ്. ഓക്കെ, ഫംഗ്ഷൻ നെയിം കൊടുത്തു. ഗ്രീറ്റ് പേഴ്സണിന് ഇൻപുട്ട് ആർഗ്യുമെന്റ് സ്റ്റിൽ നെയിം ഇൻപുട്ട് ആർഗ്യുമെന്റ് വേണം. പിന്നെ നമ്മുടെ സ്ഥിരം കമൻസ് പേഴ്സൺ whose name is stored in variable name and save the and find the of in name. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അപ്പോഴത്തേക്ക് എന്താണ് നമുക്ക് നെയിം വരും. അപ്പോഴത്തേക്ക് നേരത്തെ പറയുന്ന ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പ്രിന്റ് ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കെ, നെയിം. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ലെങ്ത് പറയണം. അപ്പോഴത്തേക്ക് ഞാനിപ്പം വേരിയബിൾ എ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാണ്. ഈക്വൽ ടു len. ആ ഫംഗ്ഷൻ എന്താ, len ഈസ് എ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ ഓക്കെ, അത് ഞാൻ വിട്ടുപോയി പറയാൻ. നിങ്ങൾ പ്രിന്റ് len ഇൻപുട്ട് അതൊക്കെ ഇൻബിൽട്ട് പൈത്തണിന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അതായത് നമ്മൾ എഴുതുന്ന പോലെ തന്നെ ഓൾറെഡി പൈത്തണിനകത്തുള്ള ഫംഗ്ഷൻസ് ആണ് ഇതൊക്കെ. അപ്പം ഇൻബിൽട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അത് ജനറൽ ആയിട്ട് പലയിടത്തും ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഒക്കെ പൈത്തണിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ നമുക്കും യൂസർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പൈത്തൺ സ്ക്രിപ്റ്റ്സിനകത്ത് യൂസർ നമുക്ക് തന്നെ ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പം len ഓഫ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നെയിം എന്ന് പറഞ്ഞാൽ വേരിയബിളിനകത്തിരിക്കുന്ന സ്ട്രിങ്ങിന്റെ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷൻ ഗ്രീറ്റ് പേഴ്സൺ മോഡിഫൈഡ് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലെങ്ത്തും നമുക്ക് പ്രിന്റ് ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദിസ് ഈസ്
ഇത്രയെന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ. പക്ഷെ അപ്പം അതിൻ്റെ ഒരു ഗുണം പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്പർ ഓഫ് സ്ട്രിങ്സ് പ്രസന്റ് ഇൻ ആ പെർട്ടിക്കുലർ നെയിം എന്നുള്ളത് കോമൺ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ അകത്തിന് ഇടാം. നമുക്ക് വേറൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. in name is എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനിൽ നമ്മുടെ എത്ര ഇതുണ്ടെന്നുള്ളത് അത് നമുക്ക് എ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഈ മെയിൻ പാർട്ട് സെയിം തന്നെയാണ്. ഇൻപുട്ട് നമ്മൾ നെയിംസ് നമ്മുടെ കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്യിക്കുന്നത്. പിന്നെ ഗ്രീറ്റ് പേഴ്സൺ നമ്മൾ ഇനി ഗ്രീറ്റ് പേഴ്സൺ മോഡിഫൈഡ് ആണ് ഉപയോഗിക്കുന്നത്. മോഡിഫൈഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് P1 എടുക്കുമ്പോഴത്തേക്ക് P1 പേഴ്സണിനെ ഗ്രീറ്റ് ചെയ്യും. എന്നിട്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രസന്റ് ഇൻ P1 ഈസ് എന്ന് പറഞ്ഞ് അത്രയും ഡെഫിനിഷൻ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നിന്ന് കിട്ടും. എന്നിട്ട് ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാണ്. നമുക്ക് പ്രിന്റ് ഓക്കെ. അപ്പം ഇതിന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ വേണം. അപ്പം അത് മേ ബി സേ ബി എന്ന് പറഞ്ഞൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യാണ്. ഞാൻ ബി യൂസ് ചെയ്തു. ഓക്കെ, അപ്പം ഇതൊരു എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. ആദ്യം ഗ്രീറ്റ് ചെയ്യും, പിന്നെ ലെങ്ത് റിട്ടേൺ ചെയ്ത് ബിയിൽ വന്നു, ബി പ്രിന്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബി തന്നെ റീയൂസ് ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ P1 പെർസെന്റ് ലെങ്ത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വേരിയബിൾ റീയൂസ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യാം. എങ്ങനെയാണോ ചെയ്യാം. നമുക്ക് ബി ഫൈഡ് ഇട്ടു പ്രിന്റ് ബി print b b. Okay, now if you execute അടുത്ത വളരെ person on YouTube, Nikhil, person to Jinu, person Asil, person for Sunil. Okay, so if you see hello greet ചെയ്തു, പിന്നെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രസന്റ് ഇൻ നിഖിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത നെയിമാണ്. അപ്പോൾ അത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫങ്ഷൻസ് വെച്ച് എഴുതി, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ട് റിട്ടേൺ ചെയ്ത വാല്യൂവിൽ നിന്ന് ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുന്നതിന്റെ പ്രത്യേകത എന്താ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫോർ സം റീസൺ പേഴ്സൺ 4 നമുക്ക് ഗ്രീറ്റ് ചെയ്താൽ മതി. പുള്ളിക്കാരൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക, ഇത് കാണിക്കേണ്ട ആവശ്യമില്ല, ലെങ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈസിലി നമുക്ക് ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഗ്രീറ്റ് ചെയ്താൽ മതി. ഗ്രീറ്റ് പേഴ്സൺ P4. ഓക്കെ, അപ്പം P4 മാത്രം ഗ്രീറ്റ് ചെയ്യും, പുള്ളിക്കാരൻ്റെ സ്ട്രിങ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കത്തില്ല. അപ്പം അത് നേരത്തെ ആണെങ്കിൽ നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് മുഴുവൻ റീറൈറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കോഡ് മോഡുലറൈസ്ഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് മോഡുലറൈസ് എന്ന് വെച്ചാൽ. അപ്പം നമുക്ക് മോഡ്യൂൾസ് ആയിട്ട് 3 ഫംഗ്ഷൻസ് എഴുതി വെച്ചിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്നുള്ള 3 നമ്മൾ ടിപ്പിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 3 മോഡ്യൂൾസ് ഒക്കെ വെച്ചിരിക്കുക. നമ്മുടെ ആവശ്യാനുസരണം ഏത് മോഡ്യൂൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ഓക്കെ, റൺ അഗൈൻ നിഖിൽ, ജിനു, ബാസിൽ, സുനിൽ, റൈറ്റ്. അപ്പം സുനിലിനെ മാത്രം ജസ്റ്റ് ഗ്രീറ്റ് ചെയ്തു, ബാക്കി എല്ലാവരുടെയും ലെങ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്ന് തന്നെ സ്ക്രിപ്റ്റ് ഫുൾ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതേണ്ടി വന്നില്ല. പക്ഷെ ഇപ്പം കുറച്ച് മോഡ്യൂൾസ് ആക്കി മോഡുലറൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ എടുത്തിട്ട് കൊടുത്താണ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഇതിൽ വന്നു. ഇത്രയാണ് ഫംഗ്ഷൻസിനെ പറ്റി പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം വളരെ ബേസിക് ആയിട്ട് ഫംഗ്ഷൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫംഗ്ഷൻസിനകത്ത് ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും, ഫംഗ്ഷൻസിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതേ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ ലാബിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല.
അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പൊ അതിനെ പറ്റിയുള്ള ഡോക്യുമെന്റേഷനും അതിനെ പറ്റിയുള്ള എക്സാമ്പിൾസും ഡോക്യുമെന്റേഷനും അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. കുറച്ചൊക്കെ റെഫറൻസസ് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതൊക്കെ പോയി കാണുക. ഓക്കെ, അപ്പം അങ്ങനെ ഇതിന്റെ നല്ലൊരു അപ്പം ഇതൊരു ബേസിക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കി മാത്രം കാണുക. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്ത ഈ പൈത്തൺ സ്ക്രിപ്റ്റും ഞങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് തന്നെ ബിൽഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് വെച്ച് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഫങ്ഷൻസിനെ പറ്റി സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് അസൈൻമെന്റ് കാണും. അപ്പോൾ അസൈൻമെന്റ് മോസ്റ്റ്ലി നിങ്ങൾ നേരത്തെ ചെയ്ത അസൈൻമെന്റ്സിനൊക്കെ ഫങ്ഷൻസ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനായിരിക്കാം മോസ്റ്റ്ലി ആ ഫങ്ഷൻസ്. പുതിയ അസൈൻമെന്റ്സ് തരത്തിലായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു സമയം ഒരുപാട് കളയണ്ട എന്നുള്ള ഒരു ഇത് വെച്ചാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ എഴുതിയിട്ടുള്ള അസൈൻമെന്റ്സിന് തന്നെ ഫങ്ഷൻസ് വെച്ച് റീറൈറ്റ് ചെയ്യാനുള്ള ഒരു അസൈൻമെന്റ്സ് ആയിരിക്കണം. അപ്പോൾ അത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഓൾവേസ് യു ആർ വെൽക്കം. ഓക്കെ, നമുക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിലോ കോൾ ചെയ്യുക, എന്ത് വേണം ചെയ്യാം. ഓക്കെ നമുക്കിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഓക്കെ